ജീവനക്കാരുടെ പരാതിയിൽ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി രാജീവ് ജയരാജനെതിരെ അന്വേഷണം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എസ് നസീറയ്ക്കാണ് അന്വേഷണ ചുമതല. പരാതിക്കാരിയായ ഡഫേദാർ ആനി പ്രമീളയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. ജഡ്ജി രാജീവ് ജയരാജനെതിരെ പരാതി നൽകിയ ഓഫീസ് അറ്റൻഡറുടെ ഡ്യൂട്ടി മാറ്റി നൽകുകയും ചെയ്തു. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഈ പരാതിക്കാരിയിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ഇതിനകം ശേഖരിച്ചിരിക്കുന്നു. നേരത്തെയും ഈ ജില്ലാ ജഡ്ജിക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്. ഇപ്പോൾ അതിന്മേൽ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണോ? സ്മൃതി, ഒരാഴ്ചക്കിടെ 2 പരാതിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജിയായ രാജീവ് ജയരാജനെതിരെ ഉയർന്നത്. ഇതിലാണ് 2 തരത്തിലുള്ള നടപടികൾ ഉണ്ടായത്. ഒന്ന്, ആദ്യ പരാതി നൽകിയത് ഓഫീസ് അറ്റൻഡറായ രാമകൃഷ്ണൻ ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജീവ് ജയരാജൻ്റെ ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് രാമകൃഷ്ണനെ അടിയന്തരമായി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പരാതി ഡഫോദാർ ആനി പ്രമീള തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജഡ്ജ് എസ് നസീറയ്ക്ക് നൽകിയ പരാതിയിലാണ്. ആ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് കോടതിയിൽ നടന്നത് എന്ന പ്രാഥമികമായ വിവരം നസീറയിൽ നിന്ന് ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി തേടിയിട്ടുണ്ട്. മുമ്പ് ജോലി ചെയ്തിരുന്ന പല സ്ഥലങ്ങളിലും സമാന രീതിയിലുള്ള ആക്ഷേപങ്ങൾ അഡീഷണൽ ജില്ലാ ജഡ്ജിയായ രാജീവ് ജയരാജനെതിരെ ഉയർന്നിട്ടുണ്ട് എന്ന മൊഴി മറ്റ് കോടതി ജീവനക്കാർ കൂടി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഒരുപക്ഷെ അഡീഷണൽ ജില്ലാ ജഡ്ജിക്കെതിരെ ഒരു നടപടി വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും 2 ജീവനക്കാർ തുടരെ പരാതി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു നടപടികൾ വരികയാണ്. അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കുകയാണ്. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.